ഒരാൾ പെട്ടെന്ന് പിടിച്ചു തള്ളി ഞാൻ പുറത്തേക്ക് പോയി. എനിക്ക് ജസ്റ്റ് ആ ബാറിൻ്റെ അകത്തൊരു പിടുത്തം കിട്ടി. അതെല്ലാം നമ്മൾ പിടിച്ച് കയറി പോണൊരു കൈവരി ഉണ്ടല്ലോ കമ്പി, അതിൽ ജസ്റ്റ് പിടുത്തം കിട്ടി. പക്ഷേ സ്ലിപ്പായിപ്പോയി. 2013 ജനുവരിയിലാണ് മനുവിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. മാവേലി എക്സ്പ്രസ്സിൽ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യവേ ആരാണ് മനുവിനെ പുറത്തേക്ക് തള്ളിയിട്ടത്? എന്തിനാണ് തള്ളിയിട്ടത്? മനുവിന് എന്താണ് സംഭവിച്ചത്? ശ്വാസം നിലച്ചു പോകുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുവിൻ്റെ നിസ്സഹായതകൾ. ഇരു കൈപ്പത്തികളും നഷ്ടപ്പെട്ട ആ യുവാവിന് കക്കൂസിൽ പോയാൽ കഴുകാൻ പോലും പരസഹായം ആവശ്യമായിരുന്നു. ജീവിതത്തിലുള്ള സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പോലും വിധി വിലങ്ങുതടിയായി. അല്ല, നിയതി അയാളെ ആത്മഹത്യ ചെയ്യാൻ അനുവദിച്ചില്ല. മനു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണ്? ടിക്കറ്റ് എക്സാമിനറും സിനിമാ നടനുമായ വിനോദ് കുമാറിൻ്റെ വേർപാട് സമൂഹത്തിലുണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ വിജയം നാടെങ്ങും ആഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ വിനോദിൻ്റെ ശിഥിലമായ നിശ്ചേതനമായ ശരീരം അതേ മഞ്ഞുമ്മലിലേക്ക് കൊണ്ടുവന്നത് നാടാകെ കണ്ണീരിൻ്റെ നനവ് പടർത്തി. എല്ലാവരും ആക്രമിക്കപ്പെട്ടത് അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന അന്യസംസ്ഥാനക്കാരുടെ കൈക്കരുത്തിൽ ആയിരുന്നു. മനുവിന് പറയാനുള്ളത് കേൾക്കാം. ആശുപത്രിയിലെത്തിയത് ഇല്ല, ട്രെയിൻ നിർത്തിയിരുന്നില്ല. അതിന് ആളുകൾ കണ്ടില്ല ഈ സംഭവം. ഈ ആളുകൾ പുറയിലാണല്ലോ. ഈ ഭാഗത്ത് ഉമ്മാര് മാത്രമേ ഉള്ളൂ, വേറെ ആളുകളില്ലായിരുന്നു അവിടെ. ഈ പെൺകുട്ടിയും ഇവര് പുറകോട്ട് പോയി. ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ഇവർക്ക് എന്നുവെച്ചാൽ ഇമ്മാരോട് ഒച്ചപ്പാടുണ്ടാക്കാൻ അവർക്കും താല്പര്യമില്ല. മീൻസ് നമ്മള് ആളുകൾ ശരിക്കും ഒരു പ്രശ്നം എന്തെങ്കിലും വരുവാണെങ്കിൽ ഇപ്പൊ മാക്സിമം നമ്മൾ ഒഴുങ്ങി പോകുക എന്നുള്ളൊരു ലൈനാണല്ലോ. പക്ഷെ എന്തോ എന്നേരം എന്റെ സമയത്ത് തന്നെ ഞാൻ ഇത് പോലീസിനെ വിളിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അന്ന് എനിക്ക് 29 വയസ്സ്. 28 വയസ്സ്. അത് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അതിലെ ഈ മീൻ കച്ചവടം ചെയ്യുന്ന ആളുകൾ വന്നു. ഒരു വെളുപ്പിന് മീൻ വാങ്ങാൻ പോകുന്ന ചന്തയിലേക്ക് പോകാൻ ആയിട്ട് വന്നപ്പോൾ സൗണ്ട് കേട്ടു, അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ട് കിടന്ന് ഞരങ്ങുന്നത്. അപ്പോൾ അവരൊന്ന് നോക്കിയപ്പോൾ ആളങ്ങ്. പിന്നെ അവർ പോലീസിനെ വിളിച്ച് പോലീസാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി തന്നെ കൊണ്ടുപോയി, വെളുപ്പിന് മുന്നേ. വീഴ്ച സംഭവിച്ചെന്ന് വെച്ചാൽ ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. മേത്ത് മൊത്തം മുറിവുണ്ട്, ശരീരം അനക്കാൻ പാടില്ല. ശരീരത്തിൽ മുറിവില്ലാത്തൊരു ഭാഗം ഇല്ലായിരുന്നു, എല്ലാ ഭാഗത്തും മുറിവായിരുന്നു. അപ്പോ എന്താ പറയാ, മുറിവുകളില്ലാത്തൊരു ശരീരഭാഗമേ ഇല്ലായിരുന്നു. അതിനുശേഷം ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു അത്യാവശ്യം വൃത്തിയാക്കിയത്. നമ്മുടെ തൃശ്ശൂര് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ഇത് വീഴ്ച നടക്കുന്നത് എവിടെയാ? സംഭവം നടക്കുന്നത് ഏകദേശം ഷൊർണൂര്. ഇപ്പൊ ഈ കുറെ സംഭവങ്ങൾ ഉണ്ടായല്ലോ ട്രെയിനിൽ തന്നെ. അല്ല, ഞാനിപ്പോ റീസെന്റ് ഈ എന്താ പറയാ, വിനോദിന്റെ ആ വാർത്ത കേട്ടപ്പോ ഞാനും ആദ്യം എന്റെ മനസ്സിൽ ഓടി വന്നു പോകും. ഇതുപോലെ ഒരു തള്ളലാണ് നമുക്കും കിട്ടിയ. നമ്മള് ജീവിതത്തില് 3-4 വർഷം കിടന്ന് അനുഭവിക്കാനുള്ള അത്യാവശ്യം നന്നായിട്ട് അനുഭവിക്കേണ്ടി വന്നതിന് കാരണം ഈ ഒരു ആ ഒരു ഇപ്പൊ ആ പുള്ളി പറഞ്ഞല്ലോ അന്ന് ആ മൊഴിയുടെ ന്യൂസിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ തള്ളിയതേ ഉള്ളൂ. അങ്ങനെ ഒരു തള്ളാണ് നമ്മുടെയും
ജീവിതം പിന്നെ നമ്മൾ കാരണവന്മാരുടെ ഭാഗ്യം കൊണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ടും ആയുസിന്റെ ബലം കൊണ്ടും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പിന്നെ അമ്മയുടെയും ഡോക്ടർ അയ്യറുടെ ഇവരുടെയൊക്കെ സഹായം കൊണ്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പറ്റി ആ വീഴ്ചയാണ്. ഇത് ഷൊർണൂര് ഏത് ഭാഗത്തായിരുന്നു? വള്ളത്തോളിനാണ്. ചെറുതുരുത്തി. അവിടെയായിരുന്നു വീഴ്ച ഉണ്ടായത്. അവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്ര ദിവസം കിടന്നു? ഞാൻ ഏകദേശം 1.5-2 മാസത്തിന് മേലെ കിടന്നു. 2.5 മാസം. ചികിത്സയൊക്കെ നല്ല രീതിയിൽ? ചികിത്സയൊക്കെ കുഴപ്പമില്ലായിരുന്നു അവിടുത്തെ. കാരണം കൈ അപ്പൊ തന്നെ ആംബ്യൂട്ട് ചെയ്ത് എടുത്തു അവര്. അതെങ്ങനെയാ അത് സംഭവിച്ചത്? കൈക്ക് എന്താണ് പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവത്തിലേക്കാ പിടിച്ച് പോയി വീണേ. ഈ കമ്പിയെ പിടിച്ച് ഊർന്നിട്ടാണ് ഞാൻ തള്ളു കെട്ടി. അപ്പൊ ആ അയലിനെ എനിക്ക് ഈ കമ്പിയിൽ പിടിച്ചു. അപ്പൊ തിരിച്ച് ഇങ്ങോട്ടായിരുന്നു വണ്ടിയിലേക്ക്. എന്റെ ബാലൻസ് മാക്സിമം നമ്മൾ ഇങ്ങോട്ട് പള്ളി കയറാനാണല്ലോ നോക്കുള്ളൂ. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ ഊർന്നാണ് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ അടിയിലേക്കാണ് പോയത്. വണ്ടിയുടെ അടിയിലേക്ക് പോയി. കൈ അവിടെ വെച്ച് മുറിഞ്ഞു പോയത്. കൈ അവിടെ വെച്ച് അറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോയാണ്. ഞാൻ കണ്ടില്ല, മീൻസ് എനിക്ക് അതിനുള്ള ശേഷിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഈ ഇതിൻ്റെ അകത്ത് വന്ന് കാണുന്നത് 2 കൈ ഇങ്ങനെ വലിയ ബാൻഡേജൊക്കെ ഇട്ട് കെട്ടി വെച്ചു 2 കൈ. എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് ഫീൽ ചെയ്യുന്നുമില്ല. അങ്ങനെ കൈ മുറിച്ച് മാറ്റി കഴിഞ്ഞാലും നമുക്ക് ആ കൈ അവിടെ ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ഈ കൈ വെക്കുന്നവരെ ആ ഫീലിംഗ് ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഫീലായിരിക്കും. അല്ല, കൈ ഇല്ലാന്ന് നമുക്ക് തോന്നില്ല. കൈ അവിടെ ഉണ്ടാവും, പക്ഷെ എന്നും നമുക്ക് ഫീൽ ചെയ്യും. മനസ്സും നമ്മുടെ ശരീരവും പറയുന്ന കൈ അവിടെ ഉണ്ടാവും. ഞാൻ വലിച്ചു മുറുക്കി കെട്ടി വെച്ചേക്കുന്ന ഒരു ഫീലാണ്. പിന്നെ ഈ തിരിച്ച് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നോർമൽ ആ ഒരു അവസ്ഥ മാറി കിട്ടും. കൈ നഷ്ടപ്പെട്ടു എന്നുള്ളത് എങ്ങനെയാ അറിയുക? ആരാ അത് പറയുന്നത്? അതാരും പറഞ്ഞില്ല. ഞാന് ഈ പറഞ്ഞ പോലെ ഈ കൈ ഇങ്ങനെ കെട്ടി വെച്ചേക്കണം. ഞാന് എല്ലാവരോടും ചോദിക്കും, കൂട്ടുകാരും വരുന്നവർക്ക് ഇടയ്ക്ക് ചോദിച്ചിട്ട് ഇവരൊന്നും പറഞ്ഞില്ല. എന്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. ലാസ്റ്റ് ഡോക്ടർ വന്ന് ഇത് ഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് 3-ാമത്തെ ദിവസം ഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് അയച്ച് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൈ രണ്ടും ഇല്ല. അത് കഴിഞ്ഞ് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയാ, ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പൊ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. കാരണം പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാതെ ജീവിക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി നമുക്കില്ലാതെ തന്നെ. രണ്ടാമത് ഒരാളെ ഫുൾ ഡിപ്പെൻഡായിട്ട് നമുക്ക് ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു ജീവിതത്തിനോട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഫസ്റ്റ് ഞാൻ ചിന്തിച്ചത് എങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് എണീറ്റ് പോകാനും പറ്റില്ല. അതുപോലെ മുറിവും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. കാല് മുട്ടി, ചട്ട പൊട്ടി, ഒടിഞ്ഞു. അത് കാല് ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ഇട്ടേക്കുന്നു. ബെഡിൽ നിന്ന് എഴുന്നേക്കണേ പോലും 4 പേര് പിടിക്കാതെ എഴുന്നേക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, സൂയിസൈഡ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാലും ഈ സാധനത്തിന് മേളിൽ നിന്ന് എത്തിപ്പെട്ട അവിടെ നിന്ന് ചാടാൻ വയ്ക്കാം, എങ്ങനെ ചാടാൻ വയ്ക്കും. പക്ഷെ ഇത് അവിടം വരെ പോയിട്ട് ബെഡിൽ നിന്ന് എണീക്കാനുള്ള അവസ്ഥ ഒന്നുമില്ല. പിന്നെ എന്നാ പ്രശ്നം, പിന്നെ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാതിരുന്നതിന് കാരണം എൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ടായിട്ട് കൂടെ വന്നു. എനിക്ക് വേണ്ടിയിട്ട് അവര്, ഇപ്പൊ എൻ്റെ ബ്രദറാണെങ്കിൽ അവന്റെ ജോലി വരെ റിസൈൻ ചെയ്ത്, ആ സമയത്ത് നല്ല ജോലിയിലായിരുന്നു.
അപ്പോൾ ഒരു ലീവ് സാങ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് വന്നിട്ടാണ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ നോക്കി. പിന്നെ അത്രയും ത്യാഗങ്ങൾ അവർ ചെയ്തപ്പോൾ നമുക്ക് പിന്നെ പോയി നമ്മൾ സൂയിസൈഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചെയ്യുന്ന അത് ചെയ്താൽ സമാധാനം കിട്ടുകയല്ല. കാര്യം വീട്ടുകാരെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ പ്രശ്നം. ആ വീട്ടുകാരെ വേദനിപ്പിച്ചതല്ലേ, വീട്ടുകാർ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന പോക്കരുത്തരല്ലേ. നമുക്ക് നമ്മളെ ബോധിപ്പിച്ചാൽ മതിയെങ്കിൽ ശരിയായി. ഇത് അപ്പം നമ്മൾ വീണ്ടും ബാധ്യതയായില്ലേ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ആത്മഹത്യ പിടിച്ചിരുന്നത്. പക്ഷെ അതുകൊണ്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ വന്നിരിക്കാം, എല്ലാത്തിനും ആരുടെയെങ്കിലും സഹായം വേണം. ഞാൻ കക്കൂസിൽ പോയിട്ട് പോണെങ്കിൽ പോലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു മൊത്തം. ചോദിക്കുന്നത് വേദനിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാമെങ്കിലും നമ്മൾ ചോദിക്കുകയാണ്, കൈപ്പത്തുകൾ പിന്നെ അത് കിട്ടിയിരുന്നോ അതോ അത് ഇല്ല, അത് ചതഞ്ഞരിഞ്ഞ് പോയിരുന്നു. അത് ഒന്നും അവര് ആംബ്യൂട്ട് ചെയ്ത് എങ്ങനെയാന്നുള്ളത് ഞാൻ കണ്ടില്ല. മീൻസ് അത് പോയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, ഈ ആ ഒരു സൗണ്ട് കേട്ട പിന്നെ എനിക്കൊരു അത്യാവശ്യം റിലേ വരുന്നത് ഈ ഞാൻ പറഞ്ഞല്ലേ, ഈ ഡോക്ടർ വീണ്ടും ഇത് അഴിച്ച് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 ദിവസമൊക്കെ വരുമ്പോഴാണ്, ആ സമയത്താണ് അത്യാവശ്യം എനിക്കൊരു ബോധാവസ്ഥയിലേക്ക് ഞാൻ തിരികെ വരുന്നത്. ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചില്ല എങ്ങനെയാന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുള്ള അറിവും കേട്ടുള്ള അറിവും മാത്രമേ എനിക്കുള്ളൂ.